ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ഫയലിന് പാസ്വേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്നാണ്. നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഫയൽ സേഫായി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാസ്വേഡ് കൊടുത്ത് സൂക്ഷിക്കാം. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡ് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി ഇത് ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ വന്ന് ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അത് ഇതുപോലെ ഓപ്പണായി. ഇനി ഇതിന് പാസ്വേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഫയലിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് എന്നത്. ഞാനത് ക്ലിക്ക് ചെയ്ത് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു വിൻഡോ ഓപ്പണായി വരും, ഒരു പാസ്വേഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള. അവിടെ നിങ്ങൾക്ക് എന്താണോ പാസ്വേഡ് വേണ്ടത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുക. സെയിം പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഓക്കെ കൊടുക്കുക. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് സേവ് ചെയ്തിരിക്കണം. ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സേവ് ചെയ്തിരിക്കണം. ഇനി ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ആ ഫയൽ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫയൽ ഓപ്പൺ ആകുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ആ ഫയൽ ഓപ്പണായി. അപ്പോൾ ഈ പാസ്വേഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഫയലിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഫയലിൽ വരുന്നു. ഇതിന് ശേഷം പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് എന്നത് വീണ്ടും കൊടുക്കുന്നു. എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് സെയിം അതേപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി പാസ്വേഡ് ഉണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. സേവ് കൊടുക്കുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി വീണ്ടും അത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ അത് വീണ്ടും പാസ്വേഡ് ഇല്ലാതെ തന്നെ ഓപ്പണായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ വേർഡ് ഫയലിന് പാസ്വേഡ് കൊടുക്കുന്നതും അത് റിമൂവ് ചെയ്യുന്നതും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.